വെൽക്കം ഓൾ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വിൻഡോസ് സെർവറിലെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ആക്റ്റീവ് ഡയറക്ടറി എന്നും എങ്ങനെയാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആക്റ്റീവ് ഡയറക്ടറി എന്നുള്ളത് നോക്കാം. Active Directory is a directory service developed by Microsoft for Windows domain networks. It is included in most Windows Server operating system as a set of processes and services. വിൻഡോസിൻ്റെ അതായത് മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ടറി സർവീസാണ് ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. അത് മിക്കവാറും ഉള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസും സർവീസുമായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ഒരു സർവീസ് മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള അനേകം സർവീസുകൾ ചേർന്ന ഒരു ഡയറക്ടറി സർവീസാണ് ആക്റ്റീവ് ഡയറക്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ നോക്കിയേ. ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത് ഒരു അംബ്രല പോലെയാണ്. അതായത് ധാരാളം സർവീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ആക്റ്റീവ് ഡയറക്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആക്റ്റീവ് ഡയറക്ടറിയുടെ ഡൊമൈൻ സർവീസസ്, റൈറ്റ്സ് മാനേജ്മെൻറ്റ് സർവീസസ്, സർട്ടിഫിക്കറ്റ് സർവീസസ്, ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി സർവീസസ്, അങ്ങനെ തുടങ്ങി ധാരാളം തരത്തിലുള്ള സർവീസസ് ഈ ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്ന ഇതിൻ്റെ കീഴിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു അംബ്രല ടൈപ്പിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം സർവീസുകളിൽ നമ്മളിവിടെ നോക്കാൻ പോകുന്ന സർവീസ് ആക്റ്റീവ് ഡയറക്ടറിയുടെ ഡൊമൈൻ സർവീസസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് ഈസ് എ സെർവർ റോൾ ഇൻ ആക്റ്റീവ് ഡയറക്ടറി that allows admins to manage and store information about resources from a network as well as application data in a distributed database. അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത്, ഒരു സെർവർ ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിനകത്ത് അതിനകത്തുള്ള റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കുന്ന ഒരു സെർവർ റോളാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്കിനകത്തുള്ള എലമെൻറ്റ്സ്, അത് കമ്പ്യൂട്ടേഴ്സ് ആകാം, അതിനകത്തുള്ള യൂസേഴ്സ് ആകാം, അതിനകത്ത് ധാരാളം പ്രിൻറ്റേഴ്സൊക്കെ പോലുള്ള സാധനങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള എല്ലാ കമ്പോണൻസിനെയും അതിനെ നെറ്റ്വർക്ക് ഒബ്ജക്ട്സ് എന്ന് നമ്മൾ പറയും. അതിനെയെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കുക എന്ന് പറയുന്ന റോളാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്ന സർവീസ്. ആക്റ്റീവ് ഡയറക്ടറിക്ക് കീഴിലുള്ള ഈ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്നതിൻ്റെ റോൾ. അപ്പം നമുക്ക് എന്താണ് ഡൊമൈൻ എന്ന് പറയുന്നത് നോക്കാം. In Active Directory, Microsoft defines a domain as a security boundary or an administrative boundary, which means that all the users within a domain normally function under the same security policy and user account policy. അതായത് ഒരു നെറ്റ്വർക്കിനകത്തുള്ള കുറേ യൂസേഴ്സ് ഉണ്ടാവും. ആ യൂസേഴ്സ് ഏത് സെക്യൂരിറ്റി പോളിസി അനുസരിച്ച്, ഏത് യൂസർ അക്കൗണ്ട് പോളിസി അനുസരിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ബൗണ്ടറി കൺസെപ്റ്റാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഒരു ഡൊമൈനിലേക്ക് ചേർക്കുമ്പോൾ ആ ഡൊമൈനിൻ്റെ സെക്യൂരിറ്റി പോളിസീസും യൂസർ അക്കൗണ്ട് പോളിസീസും ആ കമ്പ്യൂട്ടർ, അതായത് ആ യൂസർ ഫോളോ ചെയ്യും. അങ്ങനെയുള്ള അതിൻ്റെ ബൗണ്ടറി കൺസെപ്റ്റാണ് നമ്മൾ ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If we want to assign different policies to some users, those users belongs in a separate domain. നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിനകത്തുള്ള കുറച്ച് യൂസേഴ്സിന് ഡിഫറൻ്റ് ആയിട്ടുള്ള പോളിസീസ്, അത് എല്ലാ പോളിസീസുമല്ല, ചില നെറ്റ്വർക്ക് പോളിസീസ് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് ഡൊമൈനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു ഡൊമൈനകത്തുള്ള യൂസേഴ്സും ആ കമ്പ്യൂട്ടേഴ്സും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പോളിസിയും യൂസർ അക്കൗണ്ട് പോളിസിയും ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഈ കൺസെപ്റ്റിനാണ് മൈക്രോസോഫ്റ്റ് ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഡൊമൈൻ കൺട്രോളർ എന്നുള്ളത് നോക്കാം. എ ഡൊമൈൻ കൺട്രോളർ ഈസ് എ സെർവർ കമ്പ്യൂട്ടർ
that responds to security authentication request within a computer network domain. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡൊമൈനകത്ത് അതിൻ്റെ യൂസേഴ്സ് പലതരത്തിലുള്ള സെക്യൂരിറ്റി ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റുകൾ കൊടുക്കും. അപ്പോൾ ആ സെക്യൂരിറ്റി ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റുകളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സെർവർ കമ്പ്യൂട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ കൺട്രോളർ. It is a network server that is responsible for allowing host access to domain resources. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൊമൈനിലുള്ള കുറേ റിസോഴ്സസ് ഉണ്ടാവും. ആ ഡൊമൈൻ റിസോഴ്സസിനെ ഹോസ്റ്റുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കി കൊടുക്കുക. അതാണ് ഈ നെറ്റ്വർക്ക് സെർവർ ചെയ്യുന്നത്. ഇറ്റ് ഓതൻറ്റിക്കേറ്റ്സ് യൂസേഴ്സ്, സ്റ്റോർ യൂസർ അക്കൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് എൻഫോഴ്സസ് സെക്യൂരിറ്റി പോളിസി ഫോർ എ ഡൊമൈൻ. യൂസറിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക, ആ യൂസറിൻ്റെ അക്കൗണ്ട് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഡൊമൈനിലേക്ക്, അതായത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തിരിക്കുന്ന ആ ഡൊമൈനിലേക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പോളിസീസ് എൻഫോഴ്സ് ചെയ്യുക തുടങ്ങിയൊക്കെയാണ് ഡൊമൈൻ കൺട്രോളർ ചെയ്യുന്നത്. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള ഡൊമൈൻ സ്ട്രക്ചറുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ സിംഗിൾ ഡൊമൈൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങൾ ആ ഫിഗറിൽ നോക്കുക. അപ്പോൾ ലോജിക്കലി നമ്മളൊരു ഡൊമൈൻ സ്ട്രക്ചറിനെ വരച്ച് കാണിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? അതിനകത്ത് ഒരു PDC എന്ന് പറയുന്നൊരു സാധനം കാണുന്നുണ്ടല്ലേ? അതാണ് പ്രൈമറി ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡൊമൈൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു സെർവർ മെഷീൻ വേണമെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ ഡൊമൈൻ സ്ട്രക്ചറിനകത്ത് നമ്മളൊരു പ്രൈമറി ഡൊമൈൻ കൺട്രോളർ സെറ്റ് ചെയ്യും. അതേപോലെ നിങ്ങൾ BDC എന്ന് പറയുന്ന ഒരു സാധനം കാണുന്നുണ്ടല്ലേ? അതിന് നമ്മൾ ബാക്കപ്പ് ഡൊമൈൻ കൺട്രോളർ എന്ന് പറയും. അതായത് നമ്മുടെ പ്രൈമറി ഡൊമൈൻ കൺട്രോളറിൽ നമ്മൾ എന്തൊക്കെയാണോ കോൺഫിഗറേഷൻസ്, എന്തൊക്കെയാണോ നമ്മൾ പോളിസീസ് സെറ്റ് ചെയ്യുന്നത്, അതെല്ലാം ഈ BDCയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രൈമറി ഡൊമൈൻ കൺട്രോളറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ബാക്കപ്പ് ഡൊമൈൻ കൺട്രോളറിനെ പ്രൈമറി ഡൊമൈൻ കൺട്രോളറാക്കി അപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബാക്കപ്പ് ഡൊമൈൻ കൺട്രോളർ ഈ സിംഗിൾ ഡൊമൈൻ സ്ട്രക്ചറിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, അവിടെ C1 C2 എന്നൊക്കെ പറഞ്ഞ് എത്ര കമ്പ്യൂട്ടറുകൾ വേണമെങ്കിലും നമുക്ക് ഈ ഡൊമൈൻ കൺട്രോളറിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡൊമൈൻ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ ഡൊമൈൻ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ആ ഡൊമൈൻ സ്ട്രക്ചറിന് നമ്മൾ എന്താ പേര് കൊടുത്തിരിക്കുന്നത്? GPTC.com എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൊമൈൻ സ്ട്രക്ചറുകളെ സിംഗിൾ ഡൊമൈൻ സ്ട്രക്ചർ എന്ന് പറയാം. ഇനി നമുക്ക് ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കാം. എ ട്രീ ഈസ് എ ഹൈറാർക്കിക്കൽ ഗ്രൂപ്പിംഗ് ഓഫ് ഡൊമൈൻസ് വിത്തിൻ ദ സെയിം നെയിം സ്പേസ്. ഒരേ നെയിം സ്പേസിനകത്ത് കുറേ ഡൊമൈനുകളെ ഇങ്ങനെ ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നെയിമിംഗ് കൺവെൻഷനാണ്, ലോജിക്കലി സ്ട്രക്ചേർഡ് നെയിമിംഗ് കൺവെൻഷനാണ്. അതായത് നമ്മുടെ ഒബ്ജക്ട്സിനെ നമ്മളിങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെയിമിംഗ് കൺവെൻഷനാണ് നെയിം സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരേ നെയിം സ്പേസിലുള്ള കുറേ അധികം ഡൊമൈനുകളെ നമ്മളിങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഗ്രൂപ്പിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഡൊമൈൻ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ട്രീ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രീ സ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, അതിലാദ്യം ഒരു ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേര് GPTC.com എന്നാണ്. അപ്പോൾ അതിനകത്തൊരു DC ഉണ്ട്, ഒരു ADC ഉണ്ട്, കുറേ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ADC മീൻസ് അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയും. ആ കൺസെപ്റ്റ് നമ്മൾ പിന്നീട് നോക്കും. അപ്പോൾ ഈ ഡൊമൈൻ സ്ട്രക്ചറിനെ GPTC.com എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. താഴെ വേറെ 2 ഡൊമൈൻ സ്ട്രക്ചറുകളെ ഈ GPTC.com എന്ന് പറയുന്ന ഡൊമൈൻ സ്ട്രക്ചറിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, അവിടെ അതിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? CHE.GPTC.com ELE.GPTC.com ആണ് അല്ലേ? അപ്പം ഇവ രണ്ടും GPTC.com എന്ന് പറയുന്ന ഡൊമൈൻ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ GPTC.com എന്ന് പറയുന്ന ഡൊമൈൻ സ്ട്രക്ചറിൽ നമ്മൾ DC എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിച്ചത്. ഈ CHE.GPTC.com നോക്കിയേ, അതിൽ നമ്മൾ CDC എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്തത്. CDC മീൻസ് ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ എന്ന് പറയും.
gptc.comനകത്തുള്ള ഡൊമൈൻ കൺട്രോളറെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി ഡൊമൈൻ കൺട്രോളർ, അതായത് നമ്മുടെ പാരന്റ് ഡൊമൈൻ കൺട്രോളർ അല്ലെങ്കിൽ റൂട്ട് ഡൊമൈൻ കൺട്രോളർ എന്നാണ് ട്രീയുടെ. ഏറ്റവും റൂട്ടിലുള്ള ഡൊമൈൻ സ്ട്രക്ചറിനകത്തുള്ള ഡൊമൈൻ കൺട്രോളർ. അപ്പോൾ നമ്മളിവിടെ താഴെയുള്ള ചൈൽഡ് ഡൊമൈനുകൾ, അതാണ് നമ്മൾ CHEയും ELEയും. അതിലും ഒരു CDC ഉണ്ട്, ADC ഉണ്ടാവും, കുറേ കമ്പ്യൂട്ടറുകൾ അതിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ gptc.com എന്ന് പറയുന്ന ഡൊമൈനിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ CHEയുടെയും ELEയുടെയും എല്ലാം അഡ്മിനിസ്ട്രേഷന് പെർമിഷൻ ഉണ്ടാകും. എന്നാൽ CHEയിലുള്ള അഡ്മിനിസ്ട്രേറ്റർക്ക് CHEയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ മാത്രമുള്ള പെർമിഷനേ ഉണ്ടാവത്തുള്ളൂ. ഇത്തരത്തിലുള്ള ഡൊമൈൻ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് ട്രീ സ്ട്രക്ചർ. നമ്മൾ അടുത്ത തരത്തിലുള്ള ഒരു ഡൊമൈൻ സ്ട്രക്ചറാണ് ഫോറസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ലോജിക്കൽ ഗ്രൂപ്പിംഗ് ഓഫ് ട്രീസ് ആണ്. അതായത് നമ്മളിപ്പോൾ കണ്ട കുറേ ട്രീ സ്ട്രക്ചറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോജിക്കലി നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒന്നാക്കി മാറ്റുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫോറസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്യുന്ന ഓരോ ട്രീ സ്ട്രക്ചറും ഡിഫറൻ്റ് ആയിട്ടുള്ള നെയിം സ്പേസിലുള്ളതായിരിക്കും. അവയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ജോയിൻ ടുഗദർ. അതാണ് എന്തെന്ന് പറയുന്നത്, ഫോറസ്റ്റ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് സ്ട്രക്ചറാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട ആ ട്രീ സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ടല്ലേ. അത് കൂടാതെ ഇപ്പുറത്ത് വേറൊരു ട്രീ സ്ട്രക്ചറുണ്ട്, CCell.com എന്ന് പറയുന്ന ഒരു ട്രീ സ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു ഡൊമൈൻ സ്ട്രക്ചർ, അതിൻ്റെ താഴെ ഒരു ചൈൽഡ് ഡൊമൈൻ വന്നിട്ടുണ്ട്, off.cecell.com. അപ്പോൾ ഈ രണ്ട് ട്രീകളെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ജോയിൻ ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് ഫോറസ്റ്റ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസ് 2012 സെർവറിലേക്ക് നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ള സ്റ്റെപ്സ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെർവറിൽ നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്തൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള IP കോൺഫിഗർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ IP കോൺഫിഗർ ചെയ്യുന്നത് പോലെ അതിൻ്റെ താഴെയുള്ള ആ ബാറിൽ, നമ്മുടെ ടാക്സ് ബാറിനകത്ത് നമ്മുടെ നെറ്റ്വർക്ക് ഐക്കൺ കാണും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിന്ന് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള നെറ്റ്വർക്ക് കണക്ഷൻസ് എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനെ ആ ഫിഗറിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്തർനെറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനകത്ത് നിന്ന് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 4, നമ്മൾ വെർഷൻ 4ലുള്ള IP ആണ് ഇപ്പോൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വെർഷൻ 6ലുള്ള IP ആണെങ്കിൽ വെർഷൻ 6. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ IP വെർഷൻ 4 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് IP വെർഷൻ 4 എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 4 എന്ന് പറയുന്ന ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അതിൽ നിങ്ങൾ നോക്കിയാൽ ഒബ്റ്റെയിൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി IP അഡ്രസ്സ് മാനുവലി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മാനുവലി ഉള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ IP അഡ്രസ്സ് എന്നുള്ള സ്ഥലത്തേക്ക് നമ്മുടെ സെർവറിന് വേണ്ട IP അഡ്രസ്സ് കൊടുക്കുക. ഞാനിവിടെ 192.168.10.1 എന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള സബ്നെറ്റ് മാസ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ സബ്നെറ്റ് മാസ്ക് കിട്ടും. അത് 255.255.255.0 എന്ന് വരും. ഇനി ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡൊമൈനിനെ നമ്മൾ പുറത്തുള്ള ഒരെണ്ണവുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൗട്ടറുകളുടെ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഗേറ്റ് വേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ താഴെ DNS സെർവറിൻ്റെ IP കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നമ്മുടെ സെർവറിൻ്റെ IP തന്നെ നമ്മൾ എന്തായിട്ട് കൊടുക്കുക, DNS ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെയും 192.168.
10.1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ സെർവറിൻ്റെ ഒരു സ്റ്റാറ്റിക് IP നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് സെർവറിന് സെർവർ കമ്പ്യൂട്ടറിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ നെയിം ഇപ്പോൾ ചേഞ്ച് ചെയ്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നെയിമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡെസ്ക്ടോപ്പിൽ സ്റ്റാർട്ട് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിനകത്ത് നിന്ന് സെർവർ മാനേജർ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക. സെർവർ മാനേജറിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെർവർ മാനേജർ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ സെർവർ മാനേജറിനകത്ത് നിങ്ങൾ നോക്കിയാൽ ലോക്കൽ സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ലോക്കൽ സെർവർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർവർ മാനേജറിൻ്റെ ലോക്കൽ സെർവർ എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കമ്പ്യൂട്ടർ നെയിം കൊടുത്തിട്ടുണ്ടാവും. ഞാനൊരു ഓറഞ്ച് ബോക്സിനകത്താക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സെർവറിനുള്ള കമ്പ്യൂട്ടർ നെയിമാണ് ഇപ്പോൾ അത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. ആ വിൻഡോയ്ക്കകത്ത് നിങ്ങൾ നോക്കിയാൽ കമ്പ്യൂട്ടർ ഡിസ്ക്രിപ്ഷൻ, ഫുൾ കമ്പ്യൂട്ടർ നെയിം, വർക്ക് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അവിടെ നിങ്ങൾ കമ്പ്യൂട്ടർ നെയിം എന്ന് പറഞ്ഞത് കൊടുക്കുക. GPTC സെർവർ എന്നാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ GPTC സെർവർ എന്ന് പറയുന്നതിലേക്ക് മാറ്റി നമ്മൾ ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അതിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യണം? റീസ്റ്റാർട്ട് ചെയ്യണം. ഈ ചേഞ്ചസ് അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇതിൽ ഓക്കെ കൊടുക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത കമ്പ്യൂട്ടർ നെയിമിലേക്ക് മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്ന് പറയുന്ന സർവീസ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ സെർവറിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിനെ നമ്മൾ എന്താക്കാൻ പോവുകയാണ്? ഒരു സെർവറായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സെർവർ മാനേജർ ഓപ്പൺ ചെയ്താൽ ആ സെർവർ മാനേജറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ കറുത്ത ബാറിൽ മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ മാനേജിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻ കിട്ടും അല്ലേ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു വിൻഡോയിലേക്ക് വരും. ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് വിസാർഡ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2 ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അതിനകത്ത് റോൾ ബേസ്ഡ് ഓർ ഫീച്ചർ ബേസ്ഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ടിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. സെലക്ട് ഡെസ്റ്റിനേഷൻ സെർവർ എന്ന് പറയുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ സെർവർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ആ സെർവറിൻ്റെ പേരും IP ഒക്കെ നമ്മളവിടെ കാണിക്കുന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് സെലക്ട് സെർവർ റോൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കുറേ അധികം ഫീച്ചേഴ്സ് ഓപ്പൺ ആയിട്ട് കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്ന് പറയുന്നതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് വിസാർഡ് എന്ന് പറഞ്ഞ് വേറൊരു വിൻഡോ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ആ വിൻഡോ കാണും. അതിൽ കുറേ സർവീസസ് കാണും. അതിനകത്തുനിന്ന് ആഡ് നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്ന് പറയുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കൊരു ഫീച്ചർ വിസാർഡ് വരും. അതിനകത്ത് ആഡ് ഫീച്ചർ എന്ന് പറയുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് അതിൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. .NET ഫ്രെയിംവർക്ക്, ഗ്രൂപ്പ് പോളിസി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഫീച്ചർ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ കാണാൻ പറ്റും. നമ്മുടെ ആ ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് അവിടെ കാണിക്കുന്നത് കാണാം. അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ആ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഫീച്ചർ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ആ വിൻഡോയ്ക്കകത്ത് അവിടെ താഴെ സക്സീഡഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ആ റെഡ് ഇതിനകത്തിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക. പ്രൊമോട്ട് ദിസ് സെർവർ ടു എ ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും അവിടെ. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ ഈ സെർവറിനെ നമുക്ക് എന്താക്കണം, നമ്മുടെ ഡൊമൈൻ കൺട്രോളറാക്കി മാറ്റണം. അതിനാണ് നമ്മൾ ഡൊമൈൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അവിടെ നിങ്ങൾക്ക് അവിടെ 3 ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കാണാം. ഒന്നാമത്തേതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, ആഡ് ഡൊമൈൻ കൺട്രോളർ ടു എക്സിസ്റ്റിംഗ് ഡൊമൈൻ, ആഡ് ന്യൂ ഡൊമൈൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്, ആഡ് ന്യൂ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ കാണും. അതിൽ ന്യൂ ഫോറസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് റൂട്ട് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞ് ഒരു ഇത് എൻ്റർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കാണും. അവിടെ നമുക്ക് വേണ്ട ഡൊമൈൻ കൺട്രോളറിൻ്റെ പേര് കൊടുക്കുക, റൂട്ട് ഡൊമൈൻ നെയിം കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ gptc.com എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഓപ്ഷനിലേക്ക് എത്തും. അവിടെ നമ്മൾ ഫങ്ഷണൽ ലെവൽ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് റൂട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ആ വിൻഡോ സെർവറുകളുടെയൊക്കെ പേര് കാണിക്കും. നമുക്ക് അവിടെ ഉള്ളതിൽ ഏറ്റവും മിനിമം ലെവലിലുള്ള ഇത് കോൺഫിഗർ ചെയ്താണ് കൊടുക്കേണ്ടത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നീട് നമ്മുടെ ഡൊമൈനിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ പഴയ ചില സെർവറുകളൊക്കെ നമ്മുടെ ഇതിനകത്തുണ്ട് എങ്കിൽ അവയും കൂടെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വെർച്വലൈസേഷൻ ലെവലിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ലെവലിലുള്ള സെർവർ കോൺഫിഗറേഷൻ കൊടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും മിനിമം ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു DSRM പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഡയറക്ടറി സർവീസ് റീസ്റ്റോർ മോഡ് എന്ന് പറയുന്നതാണ് DSRM. അപ്പം നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഏതെങ്കിലും തരത്തിൽ ക്രാഷായി പോയാൽ നമുക്കിത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന പാസ്വേഡാണ് ഈ DSRM പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ DSRM പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് ബയോസ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മൾ കൊടുത്ത ഡൊമൈൻ നെയിം നമ്മൾ gptc.com എന്നല്ലേ കൊടുത്തത്. അപ്പോൾ ഈ നെറ്റ് ബയോസ് നെയിം എന്ന് പറയുന്നത് അതിൻ്റെ സബ് ഡൊമൈൻ നെയിമാണ്. അപ്പോൾ നമ്മൾ gptc.com എന്ന് കൊടുത്തുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, GPTC എന്ന് വന്നത്. അപ്പോൾ GPTC എന്ന് വരും. എന്നിട്ട് അതിനകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വിൻഡോ കിട്ടും. അവിടെ പ്രീ റിക്വസൈറ്റ്സ് ചെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇല്ലെങ്കിൽ ആൾ പ്രീ റിക്വസൈറ്റ്സ് പാസ്ഡ് സെക്യൂർലി എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഒരു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റലേഷൻ വിസാർഡ് കാണിക്കും, ഇൻസ്റ്റലേഷൻ്റെ പ്രോഗ്രസ് കാണിക്കും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ആഡ് ചെയ്തു, ഡൊമൈൻ കൺട്രോളർ ആഡ് ചെയ്തു. ഈ ഡൊമൈൻ കൺട്രോളർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കാം, നമ്മുടെ സെർവർ മാനേജർ നേരത്തെ പറഞ്ഞ പോലെ സെർവർ മാനേജർ ഓപ്പൺ ചെയ്ത് ലോക്കൽ സെർവർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഡൊമൈൻ നെയിമും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്ത് അതിനെ നമ്മുടെ സെർവറിനെ നമ്മൾ എന്താക്കി മാറ്റി, ഒരു ഡൊമൈൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു.